അപ്പം ചങ്ങന്മാരെ ഇന്നിപ്പോൾ നല്ല മഴയാണ്. മലപ്പുറം ജില്ലയിൽ വയനാട്ടിൽ നമ്മൾ വലിയൊരു ദുരന്തം കേട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ പുറമെ നമ്മളിതാ ഇന്ന് പെരയിലാണ്. രാവിലെ തന്നെ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തായാലും വല്ലാതെ കൂടുതൽ ആളുകളൊന്നും അതിൽ പെട്ടിട്ടില്ല എന്നറിയട്ടെ അല്ലേ. നമ്മളെ വീട്ടിലിതാ പെരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓട്ടാട, കടലക്കറി. ഇത് ലവ് ബേർഡ്സിനുള്ള ഓട്ടാട. ലവ് ബേർഡ്സിന് എന്താണ് അതിന് വലിപ്പം കാട്ടിയ. അപ്പം മദ്രസില്ല, സ്കൂളില്ല, ഒന്നുമില്ല. പക്ഷെ കയറ്റിൽ വെള്ളമുണ്ട്, നല്ല വെള്ളമുണ്ട്. പിന്നെ ഇതാ കണ്ട മദ്രസ ഇല്ലാതായപ്പോൾ ചില ആളുകൾ നട്ടപ്പിരാന്തോടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ആണ് മളെ പരിപാടി. ടെൻഷനോ? ഓ വെള്ളം വെള്ളം, മീൻ. ഓ സ്രാവ് കിട്ടിയാ? അല്ല ഇത് തോട്ട് കൊണ്ടനെ തോട്ടുക്കോ? ആ അപ്പോഴാ അവിടുത്തെ വരീത്തെ താത്തച്ചിയാ? ആ പക്ഷെ ഒന്നും കേൾക്കൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആര്? പാഞ്ഞ് ഒന്ന് തോട്ട് പോയേക്കല്ലോ. കോരിക്കുണ്ടോ? ചേരുക്കുണ്ട് കേട്ടോ. ആ വെള്ളം വേണ്ട. ഞാൻ വെള്ളം ഈ മഴ തള്ളിയിൽ തന്നെ വെള്ളം കൊണ്ട് ഇടങ്ങാറായിക്കണം. അപ്പം ഇനിയിപ്പോൾ വെള്ളം വേറെ. ഇപ്പം നമ്മളെ കിണറ്റിലെ അവസ്ഥ ഉണ്ട് നിങ്ങൾ. ഇനി വെള്ളം ഇവിടെ എത്താനില്ല. കണ്ടാ ഈ ഒരു പടവും കൂടി കയറിയാൽ മതി. ഒരൊറ്റ പടവ് വെള്ളം കൂടി കയറിയാൽ മുകളിലേക്ക് എത്തുന്നു. അടിപ്പെട്ടിലെത്തൂല. ഇല്ല, ഒരു പടവും കൂടി കയറാണ്ട് ചെയ്യാ പറഞ്ഞില്ലേ. ഒരു പടവും കൂടി കയറാണ്ട്. നല്ല മഴ കേട്ടോ, തമ്പിട്ട മഴ. നമ്മളെ ചച്ചക്കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. ചച്ചക്കുട്ടി വല്ലൊക്കെ തേച്ച് സാപ്പിടാനുള്ള പരിപാടിയാണ്. ചായപാത്രം ചീയൊക്കെ ഇന്ന് ചായ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് എന്തായി? എന്തായാലും ഉസ്താദിന് കൊടുക്കാനുള്ള ചായ ഒരു ദിവസത്തെ ആയുസും കൂടി ആ ചായക്ക് കിട്ടിയിട്ടിരിക്കുകയാണ്. അത് കിട്ടിയിട്ടേക്കാണ്. ആ ഇതെന്താ ഓട്ടോടെ മുന്നേ ചിക്കനൊക്കെ കൊടുന്ന് വെച്ചിന്. അത് പറഞ്ഞ് വിശ്വസിച്ചിരിക്കണേ ആൾക്കാർ. വിശ്വസിച്ചു ചിക്കൻ തന്നെയാണ് കേട്ടോ. വിശ്വസിച്ചു ചാച്ചിട്ട് കുഞ്ഞുമോ. അല്ലാതെ ഇപ്പം ഇങ്ങോട്ട് എടുത്തുവച്ചില്ല. വേണ്ട, ഉസ്താദിന് ഞാൻ കോഴിമുട്ട കറി ആക്കാം. ഉസ്താദിന് യോഗല്ല ചിക്കൻ കറി. ഉസ്താദിനും കോഴിമുട്ട കറി ആക്കി. പിന്നെന്താ ഇത് കേട്ടല്ലേ ചിക്കൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ കൂടുതൽ വെക്കാം. ചച്ചാ ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ല അല്ലേ, ഫുള്ള് ഫ്രീ അല്ലേ. അപ്പം എന്താ പരിപാടി? ചച്ചനെ കണ്ടിട്ട് പേടിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും? ചച്ച നീച്ച് വന്ന് കാണ്ട് കച്ചറ നേരെ പല്ലും തേച്ച് ഓള് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓളതാ ഓട്ടാടെ തിന്നണം. ബാക്കിയുള്ളവരെ കാത്തുക്കൊന്നുമില്ല. കച്ചറ ഇടി പെണ്ണേ. ഇന്ന് അങ്ങനെ ഒരു മൂഡാണ്, ചിലപ്പോൾ വേറൊരു മൂഡാണ്. ഇന്ന് വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള മൂഡാണ്. ഇവിടെ വാ മൂടേ. അതുകൊണ്ടായിരിക്കും ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇന്ന് വണ്ടി കഴുകണം നിർബന്ധമാണ്. കാരണം സ്കൂളിലെ ദിവസം നമ്മളെ വണ്ടി കയറി നടക്കലില്ല. ഏതാ ചങ്ങായി പ്രതീക്ഷിക്കാത്തപ്പോൾ കൊടുന്നാണ്ടായിട്ട്. കരിയേപ്പിൻ്റെ എല്ലാം ഉണ്ട്. അപ്പം നമ്മളെ കാളികാവ് പോയില്ലേനാ. അയൽവാസിന്റെ പെരയൊക്കെ പോയിന്. ഇവിടുത്തെ അയൽവാസിന്റെ ഒരാളവിടെ ഉണ്ട്. അപ്പൊ അവിടേക്കാണ് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് പോയിന്. അവിടെ വലിയ കരിയേപ്പുമരും പല അടിപൊളി മല അല്ലേ. ഓഫ്, അതിൻ്റെ ഒരു ഇതിൽ ഒന്ന് ഒരു ഷോട്ട് ആ പിപ്പായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ താഴത്താണ് ഓരോ വീടുള്ളത്.
കരിയേപ്പൊക്കെ കിട്ടി. ഞങ്ങൾ കരിയേപ്പ് മലപ്പുറം ജില്ലയുടെ ആ തലക്കെന്ന് ഈ തലക്ക് കയറ്റുമതി ചെയ്ത് അല്ലോ നമ്മളാ. അപ്പം ഞങ്ങളേ ചായ കുടിക്കണം. സത്യം പറഞ്ഞാൽ ഞാനൊരു എത്ര ടൈമായിരിക്കും വണ്ടി നമ്മളെ കുറേ നേരമായില്ലേ വണ്ടി കയറി തുടങ്ങിയിട്ട് കുറേ നേരമായി. സത്യം പറഞ്ഞാൽ മഴ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തോന്നുന്നില്ല. എന്താ പറയുക കൂരി ഇരുട്ടാണ് ഇപ്പോഴും. എല്ലാവരും എല്ലാ സ്ഥലത്തെ കമൻ്റൊക്കെ പിടിട്ടോ. എന്താ സംഭവം? എന്നാ പറയും. അതിൻ്റെ കമ്മൽ ഷസൻ്റെ കമ്മൽ 3ാമത്തെ മോഡലാട്ടാ. ഞങ്ങൾ പൈസ ഇങ്ങോട്ട് കൊണ്ടുപോകൂലേ. ആഴ്ചയിൽ സ്വർണത്തിൻ്റെ ഒറിജിനൽ സ്വർണം തന്നെ കേട്ടോ. ആഴ്ചയിൽ മാറ്റണം. അപ്പം എങ്ങനെ മാറ്റി ഷസമോളെ? അല്ലേ ആഴ്ചയിൽ വരാന്ന് മാറ്റിയത് നമ്മളെങ്ങനെ പറയേ. ഇവിടെ ആദ്യം നമ്മൾ ഒരു കമ്മൽ കൊയിഞ്ഞാടി പോയതുകൊണ്ട് പിന്നെ ഒന്ന് ബാക്കിയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു എന്താ പറയുക മാറ്റം വരുത്തിക്കാണ്ട് 2 കാതുക്കും ആക്കി. 2 കാതുക്കും സാധനം എടുത്തതിൻ്റെ ശേഷം അന്ന് ചെറിയൊരു സ്റ്റെഡ് മാതിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെ എന്താ പറയുക നമ്മളെ ചന്ദ്രൻ അമ്പിളിമാമം പോലത്തെ ഒരു ഇതെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യം പൊട്ടിക്കാണ്ട് ആ കാല് മാത്രമായിട്ട് പോന്നു. അപ്പം എന്ത് ചെയ്തു ഒരെണ്ണം എന്നാൽ വേറെ മോഡൽ എടുത്തോളി പറഞ്ഞു. നമ്മളവിടെ പോയി വേറെ മോഡൽ എടുത്തപ്പോൾ ഒരു തൂങ്ങിക്കണ ഒരു ഇലയൊക്കെ ഉള്ള ടൈപ്പായിട്ടാണ്. അതിൻ്റെ ഇല പൊട്ടിപ്പോന്ന് ഒരാഴ്ച ഏകദേശം ആയപ്പോൾ. അപ്പോൾ വീണ്ടും പോയി പറഞ്ഞാൽ ശിയമോളെ വള കിട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും പോയത്. അതിന് മാത്രമല്ല അപ്പോൾ അതിന് പോയപ്പോൾ എന്തായി ശതമോളെ വീണ്ടും വേറെ എടുക്കുന്നു. ഇതെങ്ങനെ വേറെ അതാണ് ആ വേറെ ഈ വേറെ. മഴ ഭയങ്കരമായി ഇരുട്ടാണ് കേട്ടോ. കണ്ടിട്ടെന്ന് സത്യം പറഞ്ഞാൽ പേടി. അത്രക്കും ഭയങ്കര ഇരുട്ടായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. എന്തായാലും നല്ല രീതിയിൽ ഈ കാലാവസ്ഥ നിലക്കട്ടെ, അല്ലാതെ അപകടങ്ങളൊന്നും ഇല്ലാതെ. രാവിലെ കേട്ടതിൻ്റെ ഇപ്പോഴൊരു രീതിയിലോ ഓരോന്നോരോന്ന് അർജുന് അത് കഴിഞ്ഞപ്പോൾ അത് ഓരോന്നോരോന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കണം. എന്തായാലും ഇതോടുകൂടിയെങ്കിലും തീരട്ടെ, ഇനി ഇല്ലാതെക്കട്ടെ. നല്ല മഴ കൊണ്ടിരിക്കും. കേൾക്കും നല്ലോണം. എന്താ സംഭവിച്ചാലേ ഇന്ന് സ്കൂളില്ല. അപ്പം ഇന്ന് കേൾക്കാൻ പറ്റും. അല്ലാത്തപ്പോൾ ഞാൻ അങ്ങനെ കേൾക്കലില്ല. ഇങ്ങനെ പതപ്പിച്ച് കേൾക്കലില്ല. ഒരു തട്ടിക്കൂടി കേൾക്കാറില്ല. അപ്പം അതാ അത് സന്തോഷം കണ്ടോ ഇഷ്ടമുണ്ടോ കളി. ഇങ്ങനെ ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യണം. നമ്മൾ ശീലം ആദ്യം എന്ത് വിൽക്കാം അങ്ങനെ വിൽക്കാം. അതെന്താ ചെയ്യുക, ഇതിങ്ങനെ കയ്യിൻ്റെ വെളുത്ത കയ്യിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് നല്ലോണം നല്ല തേച്ച് കൊടുക്കണം. നല്ലോണം കയറണം. അപ്പം വൃത്തിയായിട്ട് ഇടാം. അങ്ങനെ ഓർമ്മത്തെ കഴിയണം. അപ്പം അതിലേക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നമ്മളെ ചാനലിൽ ഇതൊരു പ്രാർത്ഥന മഴത്തെ വണ്ടി കഴിയാനുള്ള മെച്ചം പെട്ടെന്ന് ചളിയാവും. പൊതിർന്നിക്കല്ലേ പെട്ടെന്ന് ചളിയാവും. 2 മെച്ചമുണ്ട്. മെച്ചിപ്പോൾ ഇത് ഷോക്കേസിലാക്കാൻ പറ്റില്ലല്ലോ. കാരണം ഷോക്കേസിൽ നിന്ന് ഓട്ടോറിക്ഷ എടുത്ത് തിന്നാൻ പറ്റില്ലല്ലോ. ഓട്ടോറിക്ഷ പുറത്ത് പോയി കിട്ടിയിട്ട് തന്നെ വേണം തിന്നാൻ. അതുകൊണ്ട് ഷോക്കേസിലാക്കാൻ പറ്റാത്തത് വളരെ ദയനീയമായി സാധ്യത. ഞാൻ കുളിച്ച് മാറ്റി അതിന്റെ മേട്ടായ ശിയമോളെ ഞാൻ മുണ്ടൂല. ഇതെന്തിനുള്ള ശിക്ഷ ഷിയ? എന്റെ മേത്തൊരു തുള്ളി വെള്ളമായ ശിയമോളെ ഞാൻ എന്റെ തലി കൂടെ ബക്കറ്റോണ്ട് വളർന്നു. ഇതെന്താണ് ഷിയ? ഇപ്പച്ചി കുളിച്ച് മാറ്റിയല്ല മുങ്ങല്ലേ? അല്ല അത് ഒറ്റക്ക് ഇങ്ങനെ കൊണ്ടേ കൊടിച്ചായി പോയോ. ഇപ്പൊ വാപ്പാടുക്കും വെച്ച് തുടച്ചു കൊടുത്താണ്ടാവും. ഞാൻ തുടച്ചിട്ടില്ല. തുടച്ചതല്ലേ ഈ റൂമല്ല. ഇവിടെ ആയാല് ഞാനൊത്ത് ചെയ്യാൻ വെച്ച് നോക്കണം. ഇവിടെ വെള്ളമായ എന്തായിരിക്കും കിട്ടും. ശിയമോളെ കളിച്ച് കാര്യമാവും. ഞാനില്ല. നല്ല കിട്ടൂട്ടോ വെള്ളം നല്ല ബാക്കിയുണ്ടെങ്കിൽ തുടച്ചിട്ടില്ല വിചാരിച്ചു കണ്ട്. മക്കളെ അപ്പൊ മക്കളെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഒരു പുളിയർപ്പ് കൂടെ കയറുന്നു. പുളിയർപ്പ്
ഉളമ്പ് ഇറങ്ങിയ ആ കുട്ടി അങ്ങനെ മേലെ കൊണ്ടുവച്ചാണ് ആ സംഭവം. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ. ഇന്നതാണ് നമ്മളെ അവസ്ഥ. റെഡ് അലർട്ട് പെരയിലാണ്, വേറെ കുട്ടിയല്ല. ഞാൻ പുറത്തു പോകുന്ന പരിപാടിയിലാണ്. സ്കൂളിൽ അവിടെ കൊണ്ടാക്കിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂൾ കൊണ്ടാക്കിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലെവലിൽ ഇങ്ങനെ നമ്മൾ ഓൾറെഡി ടൈനേബിൾ വെക്കി. സാധാരണ നല്ല സൂചി കൈ കുത്താൻ സൂചി നമ്മൾ അതിൽ കുത്തി വെക്കല. എന്താ സംഭവിക്കാം അവർക്ക് ഒന്നും ആവില്ല, അത് വലുതായി വരില്ല. എന്തുണ്ടായി എന്താ ഞാൻ പറഞ്ഞ വലുതായി വരുന്നേ. ഒരു 2 ആയില്ല ചീയപ്പോ കഴിഞ്ഞാടോ. എന്ത് ഇതാരെങ്ങനെ ഉണ്ടാക്കി വിട്ടാലേ മമ്മി കറക്കാണ് ഞാൻ കുളിച്ചായിരുന്നോളൂ. അത് നല്ല വെള്ളം, അത് ഒന്നിട്ടാല് നല്ല വെള്ളം. നമുക്ക് നാളെ തോട്ട് പോവാം. നാളെ ഉണ്ടാവില്ല. ഇങ്ങനെ ഉച്ചയ്ക്ക് മഴയാവുമ്പോ എങ്ങനെ ഉണ്ടാവാനോ? കളക്ടർ ഞങ്ങള് കേൾക്കണില്ല. ഇത് പറ്റുന്നുണ്ട് സ്കൂളിൽ. പൂച്ച പൂച്ച അങ്ങനെയല്ല. അപ്പോളേ ഈ വീഡിയോ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഇനി ഇവിടെ നിലനിൽക്കാന്നുള്ളത് പ്രശ്നമായതുകൊണ്ട് ഞാൻ എസ്കേപ്പ് ആവാനുള്ള പരിപാടിയിലാണ്. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.